മറ്റൊരു വാർത്തയിലേക്ക്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കുള്ള മാർച്ച് ആരംഭിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കളും എംപിമാരും പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തും മാർച്ച് കടന്നുപോകുന്ന പാർലമെന്റിന് മുന്നിലെ റോഡിലും സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. സജു തോമസ് ചേട്ടന്റെ വിശദാംശങ്ങൾ നൽകാനായി. സജു, മാർച്ച് ആരംഭിച്ചു. നയിക്കുന്ന പ്രതിപക്ഷത്തിന്റെ വലിയൊരു മാർച്ച് ആരംഭിച്ചിരിക്കുന്നത്. ഏകദേശം 300-ലധികം എംപിമാരെ പങ്കെടുപ്പിക്കുമെന്നാണ് ഇന്ത്യ മുന്നണി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ട്രാൻസ്പോർട്ട് ഭവന് മുന്നിലാണ്. ഇതിനു മുന്നിലൂടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് കടന്നു പോകുക. എന്തായാലും പ്രതിപക്ഷ എംപിമാർ ലോക്സഭയും രാജ്യസഭയും പിരിഞ്ഞു മുറക്കി അവർ എല്ലാവരും തന്നെ മഗർദ്വാർ പാർലമെന്റിന്റെ പ്രധാന കവാടമായ മഗർദ്വാറിലേക്ക് എത്തി. അതിനുശേഷം അവിടെ ദേശീയഗാനം ആലപിച്ചതിന് ശേഷമാണ് അവരിപ്പോൾ മാർച്ചുമായി മുൻപോട്ടേക്ക് വരുന്നുകൊണ്ടിരിക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. പോലീസിന്റെയും അർദ്ധ സൈനിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 13 മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരം വലിയൊരു പ്രതിഷേധം ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നടക്കുന്നത്. അത് ഏറ്റവും ഊർജ്ജസ്വലമായി തന്നെ നടത്തും എന്നുള്ള ഒരു നിർദ്ദേശം രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണി നേതാക്കൾക്ക് നൽകിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് വലിയ പ്രതിഷേധം ഇപ്പോൾ നടക്കാൻ പോകുന്നത്. എന്തായാലും മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ്. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇതിനൊക്കെയും തടയുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയം. പക്ഷേ ഇതിനൊക്കെ ഭേദിച്ചുകൊണ്ട് ഈ കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ചൊക്കെ എത്തുക എന്നുള്ളത് ഏറെ ശ്രമകരമാണ്. അത് എത്തുമോ എന്നുള്ളതാണ് ഏവരും കാത്തിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി താൻ മുൻപോട്ട് വെച്ച കാലം പിൻപോട്ടില്ല എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതാപരമാണെന്നും അത് കൃത്യമായിട്ടുള്ള മറുപടി കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് രാഹുൽ ഗാന്ധി മുൻപോട്ട് വെക്കുന്നത്. പക്ഷേ അതിൽ കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വലിയ ഒരു മാർച്ചിലേക്ക് എന്തായാലും ഇന്ത്യ മുന്നണി നേതാക്കൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഇന്ത്യ നേതാക്കളുടെ യോഗം. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ മാർച്ച് കടന്നു വരുന്നതാണ്. മാർച്ചിന് മുന്നോടിയായിട്ടുള്ള പോലീസ് സന്നാഹമാണ് ആദ്യം കടന്നു വരുന്നത്. അതായത് പാർലമെന്റ് കവാടത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് അതായത് ഈ ട്രാൻസ്പോർട്ട് ഭവനിലേക്ക് കടന്നു വരുന്നു. ഇതിന് ദൃശ്യങ്ങളാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ മാർച്ചിന് നേതൃത്വം നൽകുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും പ്ലക്കാർഡുകളുമായി ഈ മാർച്ചിന് മുൻപിലുണ്ട്. ഇവരെ തടയാൻ വേണ്ടി വലിയ ബാരിക്കേഡുകളൊക്കെയാണ് ഇവിടെ നിരത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിനെ ഭേദിച്ചുകൊണ്ട് എംപിമാർക്ക് മുൻപോട്ട് പോകാനാകുമോ എന്നുള്ള ആശങ്ക എപ്പോഴും നിലനിൽക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് അങ്ങ് അകലെ പാർലമെന്റാണ്. പാർലമെന്റ് കവാടത്തിന് തൊട്ട് പിന്നിലായിട്ട്, അതായത് ട്രാൻസ്പോർട്ട് ഭവനിലേക്ക് ഈ മാർച്ച് എത്തിയിരിക്കുകയാണ്. 300-ലധികം എംപിമാരെ, ലോക്സഭയിലും രാജ്യസഭയിലും 300-ലധികം എംപിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ മാർച്ച് നടത്തുന്നത്. ഈ മാർച്ചിനെ തടയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കാണുന്നത്. അത് എത്രത്തോളം പ്രാവർത്തികമാക്കും എന്നുള്ളതാണ് ഇപ്പോൾ സന്ദേഹമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് രാഹുൽ ഗാന്ധി, അതുപോലെ KC വേണുഗോപാൽ, മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ അതായത് ഈ മാർച്ചിന്റെ മുൻനിരയിൽ തന്നെയുണ്ട്. രാഹുൽ, പ്രിയങ്ക, KC വേണുഗോപാൽ, കോൺഗ്രസിന്റെ മറ്റ് കേരളത്തിലെ എംപിമാർ അടക്കമുള്ളവർ മുൻനിരയിൽ തന്നെ ഉണ്ട്. എന്തായാലും വലിയ പ്രതിഷേധ ജ്വാല തന്നെ തീർക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അത് എത്രത്തോളം വിജയകരമാകും എന്നുള്ളത് ഈ മാർച്ച് മുൻപോട്ട് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തങ്ങൾ പിൻപോട്ടില്ല, അതായത് ഈ കമ്മീഷനെതിരായ പോരാട്ടത്തിൽ, ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ തങ്ങൾ പിന്നോട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും മാർച്ച് ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്. അതായത് പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ്. മാർച്ച് മുൻപോട്ട്, അതായത് ഏകദേശം ഒരു 300 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇവിടെ വലിയ ബാരിക്കേഡുകൾ വെച്ചിരിക്കുന്നത്. 2 ലെയർ ബാരിക്കേഡുകളാണ് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ബാരിക്കേഡിനെ മറികടന്നുകൊണ്ട് ഈ നേതാക്കൾക്ക് ഇപ്പുറം കടക്കുക എന്നുള്ളത് ഏറെ ദുസ്സഹമാണ്. പക്ഷേ അത് എത്രത്തോളം സാധിക്കും എന്നുള്ളത് മാർച്ച് മുൻപോട്ടേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ. അതായത് മാർച്ച് അവിടുന്ന് വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അതായത് തങ്ങൾ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് 30 നേതാക്കളെ കാണാമെന്ന് കമ്മീഷൻ നേരത്തെ തന്നെ പറഞ്ഞെങ്കിൽ പോലും അത് അംഗീകരിക്കില്ല. തങ്ങൾക്ക് ഈ പ്രതിഷേധ ജ്വാലയുമായിട്ട്, അല്ലെങ്കിൽ ഈ പ്രതിഷേധ മാർച്ചുമായിട്ട് തങ്ങൾക്ക് ഈ ആസ്ഥാനത്തേക്ക് എത്തണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധ മാർച്ചിലേക്ക് ഇന്ത്യ മുന്നണിയുടെ നേതാക്കളൊക്കെ തന്നെ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എംപിമാരാണ് പ്രധാനമായിട്ടും ഈ മാർച്ചിന് നേതൃത്വം നൽകുന്നത്. കോൺഗ്രസ്, അതുപോലെ SP അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള പാർട്ടി നേതാക്കൾ അടക്കമുള്ളവർ ഈ മാർച്ചിന് മുൻനിരയിൽ തന്നെയുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഈ നേതൃത്വം നൽകുന്ന ഈ മാർച്ചിന് വലിയ പിന്തുണയാണ് രാജ്യത്ത് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം വിജയകരത്തിലേക്ക്, അല്ലെങ്കിൽ വിജയകരമായി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് ആശങ്കയായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് നീണ്ട നിരയാണ്. അതായത് ഈ ദൃശ്യങ്ങൾ നമ്മൾ ദൂരോട്ട് കാണുന്നത്, അതായത് അങ്ങ് അകലേക്ക് കാണുന്നത് വലിയൊരു നിര തന്നെയാണ്. ഏകദേശം 300-ലധികം വരുന്ന എംപിമാർ ഈ ഇതിലുണ്ട്. അതായത്
ഇപ്പോൾ ഈ ബാരിക്കേഡിന് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പോകാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആശങ്ക. അതായത് നമ്മൾ കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാവരും തന്നെ അതായത് അതായത് നമ്മളെ ഇവിടുന്ന് ഇപ്പോൾ ഈ സുരക്ഷാ ജീവനക്കാർ മാറ്റുകയാണ്. അതായത് ഇതിൽ പ്രതികരിക്കാൻ മറ്റു നേതാക്കളും പക്ഷേ ഇതിൽ നമ്മളെ ഇവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഫോഴ്സ്, അതായത് സെക്യൂരിറ്റി ഫോഴ്സുകൾ ഓരോന്നായിട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗത്തിന്റെയും മറ്റു സുരക്ഷാ ജീവനക്കാരൊക്കെയും ഇവിടേക്ക് എത്തുന്നു. അവർ നമ്മളെ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി നോക്കുകയാണ് പ്രധാനമായിട്ട്. അതായത് ഈ ബാരിക്കേഡ് മറികടന്ന് വേണം മുൻപോട്ടേക്ക് എത്താൻ. പക്ഷേ ഈ ബാരിക്കേഡ് മാറ്റാൻ ജ്വാലയിലേക്ക് എത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി മുന്നിലുണ്ട്. അതായത് ഈ മാർച്ച് നയിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ ഒരു നിര തന്നെ ഉണ്ട്. 300-ലധികം ലോക്സഭയിലെയും രാജ്യസഭയിലെയും 300-ലധികം വരുന്ന എംപിമാരാണ് ഇപ്പോൾ ഈ മാർച്ചുമായിട്ട് അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ട്രാൻസ്പോർട്ട് ഭവന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും ഏകദേശം ഒരു 600 മീറ്റർ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനം. അവിടേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതിന് മുൻപോടിയായിട്ട് തന്നെ മാർച്ച് തടഞ്ഞിരിക്കുകയാണ്. മാർച്ച് തടയുമെന്നുള്ളത് നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിയമപരമായിട്ടുള്ള യാതൊരു അതായത് നടപടിയും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നേരത്തെ തന്നെ മാർച്ച് നടത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ മാർച്ചിന് അനുമതി നൽകില്ല എന്നാണ് കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയത്. പക്ഷേ അതൊക്കെയും അവഗണിച്ചുകൊണ്ടാണ് വലിയ പ്രതിഷേധ മാർച്ചിന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലും ലോക്സഭയിലെയും രാജ്യസഭയിലെയും എംപിമാർ എത്തിയിരിക്കുന്നത്.